ഈ 5 മുട്ടകളിൽ ഏത് മുട്ടയാണ് പുഴുങ്ങിയ മുട്ട എന്ന് പറയാൻ കഴിയുമോ? മുട്ടകൾ തിരിച്ചറിയാൻ വേണ്ടി എ, ബി, സി, ഡി, ഇ എന്നീ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ? അതിനുവേണ്ടി ഒരു സൂത്രവിദ്യയുണ്ട്. ലഘുവായ വിദ്യയാണ്, മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്തവർക്കായി പറയുകയാണ്. എ എന്ന മുട്ട എടുക്കാം, കറക്കി നോക്കാം. കറങ്ങുന്നുണ്ടോ? കറങ്ങുന്നില്ല. ബി എന്ന മുട്ട എടുക്കാം, കറക്കി നോക്കാം. കറങ്ങുന്നുണ്ടോ? കറങ്ങുന്നില്ല. അത് വെച്ചിട്ട് അടുത്ത മുട്ട സി എന്ന മുട്ട എടുക്കാം, കറക്കി നോക്കാം. കറങ്ങുന്നുണ്ടോ? അതും കറങ്ങുന്നില്ല. അടുത്ത മുട്ട എടുക്കുക. ഡി എന്ന മുട്ട എടുത്ത് കറക്കി നോക്കാം. കറങ്ങുന്നുണ്ടോ? കറങ്ങുന്നുണ്ട്. നന്നായി തന്നെ കറങ്ങുന്നുണ്ട്. ഇനി ആ മുട്ട യഥാസ്ഥാനത്ത് വെച്ചിട്ട് ഇ എന്ന മുട്ട എടുക്കാം. അത് കറക്കി നോക്കാം. കറങ്ങുന്നുണ്ടോ? ഇല്ല, കറങ്ങുന്നില്ല. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകും, ഡി എന്ന മുട്ടയാണ് പുഴുങ്ങിയ മുട്ടയെന്ന്. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? പച്ചമുട്ട നന്നായി കറങ്ങില്ല. എന്താ കാരണമെന്നറിയാമോ? ഈ പച്ചമുട്ടയ്ക്കുള്ളിലെ വസ്തുക്കൾ ദ്രാവക രൂപത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മുട്ടയെ വട്ടം കറക്കിയാൽ മുട്ടയിലെ ദ്രാവകപാളികളും തമ്മിലുള്ള ഘർഷണവും ദ്രാവകപാളികളും മുട്ടത്തോടും തമ്മിലുള്ള ഘർഷണവും മൂലം മുട്ടയ്ക്ക് നന്നായി കറങ്ങാൻ കഴിയില്ല. അതിനാൽ മുട്ട പുഴുങ്ങുമ്പോൾ അതിനുള്ളിലെ ദ്രാവകങ്ങൾ ഉറഞ്ഞുകൂടി കട്ടിയാകുന്നത് മൂലം ഘർഷണം ഉണ്ടാകാതിരിക്കുകയും മുട്ട നന്നായി കറങ്ങുകയും ചെയ്യും. ചുരുക്കത്തിൽ ഘർഷണം അഥവാ ഫ്രിക്ഷൻ കൊണ്ടാണ് പച്ചമുട്ട വേണ്ട വിധത്തിൽ കറങ്ങാൻ കഴിയാത്തതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഘർഷണമാണ് പ്രധാനപ്പെട്ട മുട്ട കറങ്ങാതിരിക്കാനുള്ള കാരണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.